നട്ടെല്ലിൻ്റെ ഒരു ഈ എല്ലിൻ്റെ അവിടെ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ള കാര്യമാണ്. ഇത് റെയർ കേസാണ്. ഇങ്ങനൊരു സംഭവം എന്തായാലും ഞാനൊരു സ്പെഷ്യൽ ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. സീനിയർ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ട് ചെയ്തിട്ട് ഞാനത് പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക്. അപ്പോൾ 75 വയസ്സായല്ലേ? ഒരു സർജറിയൊക്കെ നമുക്ക് ഈ പ്രായത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും അഡ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് മെഡിസിൻസ് തന്നുവിടാം. അതുകൂടാതെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക. വ്യാഴാഴ്ച പോകുന്നുള്ളൂ. വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. കുഴപ്പമില്ല, വ്യാഴാഴ്ച വന്നാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, അമ്മയുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ കെയറിങ് ഉണ്ടാവണം. അമ്മയ്ക്ക് ആഗ്രഹങ്ങൾ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കണം. ബന്ധുജനങ്ങളെല്ലാം കാണണമെങ്കിൽ പോയി കാണിക്കുമോ, അല്ലെങ്കിൽ കൊണ്ടുപോയി കാണിക്കുമോ, അല്ല വിളിച്ചു വരുത്തുമോ, എന്താണെന്ന് ചെയ്യണം കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ടമ്മ? കുഴപ്പമില്ലല്ലോ. ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് മരുന്നല്ലേ കഴിച്ചിരിക്കുന്നത്. ആ ഇഞ്ചക്ഷനും കൂടെ എടുത്തപ്പോൾ ഒരു ആശ്വാസം ഉണ്ട്. അതൊക്കെ മാറുപോയി. അല്ല, എന്നാലും എൻ്റെ ഈ ഭാഗത്ത് ഉള്ളിനകത്താണ് എനിക്ക് എന്തോ ഇരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് എന്തോ ഇരിക്കുന്നത് പോലെ ഒരു തോന്നൽ. അതാണ് ഒരു പേടി. അത് തോന്നൽ തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോളേ. മാറും. എനിക്കത് പറ്റുന്നില്ല. അത് കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളും. ഞാൻ പുറത്തൊന്ന് പോയിട്ട് വരാം. അല്ല, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ്? എന്താ? എനിക്ക് 2 മക്കളുണ്ട്. ഒന്നിനെ കാണുന്നതുമില്ല. കൂടെ നീ ഒന്നേ ഉള്ള എൻ്റെ അടുത്ത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. മക്കളെ എല്ലാം തോലും ആയതുപോലെയൊക്കെ എനിക്കങ്ങ് തോന്നുന്ന. മക്കൾ സമയാസമയത്ത് ആഹാരം കഴിക്കണം. അമ്മ തരുന്നത് പോലെ ആരും തരത്തൊന്നുമില്ല. നീ ഇങ്ങനെ കുടിച്ചു പെടുത്ത് നടക്കാതെ സമയത്ത് വന്ന് ആഹാരം കഴിക്കണം. ഉള്ള പൈസ അവൾ കൊണ്ട് കൊടുക്കണം അവളുടെ കയ്യിൽ. തണ്ട അങ്ങോട്ട് തിന്ന് ചക്കപ്പോത്തോലെ ആയിരിക്കുകയാണ്. സമയാസമയത്ത് കോരി ഇട്ടാ അവള് തിന്നുന്നത്. നിനക്ക് അങ്ങനെ തിന്നാൻ പറ്റുമോ? നീ സമയത്ത് ആഹാരം കഴിക്കണേ.